Chennai Samartha Group of Institution, India's gold medal college. 25,000 students placed so far. കയറിയിരുന്നപ്പോൾ ഒരു സുഖം തോന്നില്ലേ? യെസ് വെരി കംഫർട്ടബിൾ. അതായത് ഒരു സ്പോർട്സ് കാറിൽ കയറിയ എഫക്റ്റ് ഉണ്ട്. ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകത പറ. ഇതിപ്പോ വേറെ പുതിയത് വാങ്ങാൻ കിട്ടും. അതെന്താ? ഈ മോഡൽ അവര് സ്റ്റോപ്പ് ചെയ്തോ? ഓ, അപ്പം വളരെ കുറച്ച് വണ്ടികളെ ഉള്ളൂ മാർക്കറ്റ്. പാൻ ഇന്ത്യയിൽ തന്നെ ഫ്യൂ കാർസ്. നല്ല പവർ ആണല്ലേ? പവറിന്റെ കാര്യത്തിൽ നോട്ടോ പുള്ളിയുടെ വണ്ടി കൊടുക്കൂല. ഈ വണ്ടി നമ്മൾ കൊടുക്കും. ഇതുപോലുള്ള വണ്ടികൾക്ക് പൊതുവെ ഇങ്ങനത്തെ ഒരു കളറ്, ജെംസ് മിഠായിയുടെ കളറ്, അങ്ങനെയാണ് പൊതുവെ നമ്മൾ ഹർമൻ അറിയപ്പെടുന്നത്. പല കളറുകളിലുള്ള ഒരു ഫ്രണ്ടിലിരിക്കുന്ന ഫീൽ തന്നെ ആയിരിക്കും ബാക്കിലിരുന്നാലും. സ്റ്റിയറിംഗ് ഇല്ലാന്നുള്ളൂ ബാക്കിൽ. സൗണ്ട് കൂട്ടാൻ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? സൗണ്ട് കൂട്ടാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പഴത്തേക്ക് തിരിച്ചാൽ ഇപ്പഴത്തേക്കാവും, ഇങ്ങനെ കാണിച്ച് ഓഫ് ആവും. പോസ് ആവും. ഗസ്റ്റേഴ്സ് വരുന്നത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഒരു സേഫ്റ്റി ആണല്ലേ? തീർച്ചയായിട്ടും ഇങ്ങോട്ട് നോക്കാതെ തന്നെ ചെയ്യാറ്. അതെ, ഇങ്ങനെ പോസ് ചെയ്യാം. ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ റോഡിലൂടെ ഇത് ഓടിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായും ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ഇത്ര വിലയുള്ള വണ്ടിയാണ്. നമ്മളുടെ ഒരു ആഗ്രഹം തീർക്കാൻ റൗണ്ട് ഓടിക്കുന്നതാണ്. നമ്മൾ അങ്ങോട്ട് പോയി മുട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാലും എല്ലാ ബുദ്ധിമുട്ടുകളാണ്. എന്നാലും ആഗ്രഹമല്ലേ വലുത്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡും ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ BM, Benz, Mustang, Porsche, Mini Cooper എല്ലാം ഇഷ്ടം. ഇക്ക് ഏത് വണ്ടി സജസ്റ്റ് ചെയ്യും? ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വണ്ടി BM ആണ്. ആക്ച്വലി 530 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു വണ്ടി ലൈഫിൽ നമുക്ക് പറ്റൂല. ഞാൻ ഓടിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, ഞാൻ ഓടിച്ചോളാം. ചോദിച്ചു മേടിച്ചു. ആസ്റ്റൺ മാർട്ടിൻ വേണോ, റോൾസ് റോയ്സ് വേണോ, പോർഷെ പനമേര വേണോ, വണ്ടികൾ ഒരുപാട്. ഹലോ, ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലുള്ള ഹർമാൻ മോട്ടോഴ്സിലാണ്. ഇവിടെ ഒരു പുതിയ കിടിലം വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പം കാർ പ്രേമികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം ഏത് വണ്ടിയാണെന്നല്ലേ അത് അവിടെ ചെന്നിട്ട് കാണാം. വാ. ഈ കാണുന്ന വെഹിക്കിൾസ് ഒന്നും അല്ല, ഇവിടെ ഇഷ്ടംപോലെ പ്രീമിയം വെഹിക്കിൾസിൻ്റെ ഒരു ഹബ്ബാണിത്. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുന്നത് ആരാന്നറിയുമോ? വരൂ. തടാ, ഇതാണ് ആ വണ്ടി. ഇറ്റ് ഈസ് BM 840i. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് പറയുന്നത് നമ്മുടെ ഫവാസിക്കയാണ്, അതായത് ഫൗണ്ടർ ഓഫ് ഹർമാൻ. കമോൺ. ഹായ് ഫവാസിക്ക. അപ്പം നമ്മുടെ ഏറ്റവും ന്യൂവസ്റ്റ് അഡീഷൻ ആണല്ലേ BM 840i? ഇത് ആക്ച്വലി ഒരു യുണീക്ക് കാറാണ്. വളരെ കുറച്ചേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ 1-2 വണ്ടികളുള്ളൂ. ഇത് 7 സീരീസിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഒരു സ്പോർട്ടി ലുക്കാണ്. സ്പോർട്സ് കാറാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാം. ഡെയിലി യൂസിന് പറ്റിയൊരു വണ്ടിയാണ്. ഞാൻ കേട്ടു ഇതൊരു കോർപ്പറേറ്റ് വെഹിക്കിൾ ആണെന്ന്, ശരിയാണോ? കോർപ്പറേറ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത് വണ്ടികൾ കുറവാണ് ഒന്നാമത്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സും അതുപോലുള്ള സീറ്റ്സ് കാര്യങ്ങളെല്ലാം ഒരു സ്പോർട്സ് കാറിനോട് സാമ്യമുള്ള ഒരു വണ്ടിയാണ്. ഇതിന്റെ ഒരു ബോഡിക്ക് ഭയങ്കര മസ്കുലർ ലുക്ക് ഉണ്ട്. അതുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? ഫീച്ചേഴ്സ് മെയിൻ ആയിട്ടുള്ളത് CBO ആണ് വണ്ടി വരുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു ക്വാളിറ്റി അതിലുണ്ടാവും. പുറത്തുനിന്ന് വരുന്ന വണ്ടി ആകുമ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും. സെയിം 7 സീരീസിന്റെ ആ സെയിം ലെങ്ത് ഉണ്ട് വണ്ടിക്ക്. ആ സെയിം എഞ്ചിനാണ് വരുന്നത്. 3 ലിറ്റർ എഞ്ചിനാണ്, V6 ആണ്. പിന്നെ എന്താ ഓടിക്കുക, അതാണ് അതിന്റെ ഒരു സുഖം. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രെയിംലെസ് ആയിട്ടുള്ള ഗ്ലാസ്. അതെ അതെ അതെ, ഈ സ്പോർട്സ് കാറിന് വരുന്ന ഒരു സ്റ്റൈലാണിത്. ഫ്രെയിംലെസ് ആയിട്ടുള്ള ഡോർ. ഓക്കെ. കയറിയിരുന്നപ്പോൾ ഒരു സുഖം തോന്നില്ലേ? യെസ് വെരി കംഫർട്ടബിൾ. അതായത് ഒരു സ്പോർട്സ് കാറിൽ കയറിയ എഫക്റ്റ് ഉണ്ട്. ഇതിന്റെ സീറ്റ്സ് ആണെങ്കിലും നമുക്ക് ഇവിടെ സൈഡ് സപ്പോർട്ട് ഉണ്ട്. അതൊരു സ്പോർട്സ് കാറിന് വരുന്ന ഒരു ഫീച്ചറാണത്. ആൻഡ് ഇത് കീലെസ് എൻട്രി അല്ലേ? അതെ, കീലെസ് എൻട്രി ആണ്, കീലെസ് സ്റ്റാർട്ട് ആണ്. പിന്നെ ഇത് 4 സീറ്റ് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ബാക്കിൽ 2 സീറ്റ്സ് ആണ്. അവിടെ അതെ അതെ, നോർമൽ വണ്ടികൾക്ക് വരുന്നില്ല, അങ്ങനെ ഒരു കൺസോൾ വരില്ല. ഇതിന്റെ എഞ്ചിൻ വന്നിട്ട് 3 ലിറ്റർ എഞ്ചിനാണ്, 6 സിലിണ്ടർ ആണ്. അതിന്റെ BHP എനിക്ക് തോന്നുന്നു ഒരു 330 സംതിങ്. കാറിനെ പറ്റി സംസാരിക്കുമ്പോൾ മൈലേജിനെ പറ്റി സംസാരിച്ചില്ലെങ്കിൽ ഇല്ല, അത് മൈലേജ് ഉണ്ടാവാം. നോർമലി ഒരു 7 സീരീസിന്റെ മൈലേജ് ഒക്കെ എന്തായാലും ഇതിൽ കിട്ടും. ഒരു 2 to 3 ആയിരിക്കും അല്ലേ? അല്ല, അതിന് മേളിലുണ്ടാവും. ഒരു 8-9. അത് നമ്മൾ ഡിപ്പെൻസ് നമ്മൾ ഓടിക്കുന്ന പോലെ. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ എന്തെങ്കിലും ഡിഫറൻസ് വരുത്തിയിട്ടുണ്ടോ? നിലവിലൊന്നും ചെയ്തിട്ടില്ല. ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. എക്സോസ്റ്റ് ചെയ്യാം, അത് ചെയ്യാം. നമ്മളുടെ ഓരോ വാങ്ങുന്ന അതെ, വണ്ടിയിൽ പൈസ മുടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല എത്രയെന്ന് വെച്ചാൽ. ഈ ഒരു സീരീസിന്റെ ഈ ഒരു മോഡലിന് എത്ര കളർ വേരിയൻസ് ഉണ്ടായിരിക്കും? കളർ എല്ലാ കളറും കിട്ടും. പക്ഷെ കേരളത്തിലാകെ
രണ്ട് വണ്ടിയുള്ളൂ. ഒന്ന് നമ്മുടെ ഇവിടെ കിടക്കും, ഒന്ന് നമ്മുടെ വീട്ടിൽ, ഒന്ന് കോട്ടയത്താണ് തോന്നുന്നു. ഓക്കെ, അതൊരു ഗ്രേ എന്ന് തോന്നുന്നു. പുള്ളിയുടെ വണ്ടി കൊടുക്കൂല, ഈ വണ്ടി നമ്മൾ കൊടുക്കും. നമ്മൾ ആക്ച്വലി ഇത് ഒരു പ്രാവശ്യം വിറ്റ വണ്ടിയാണ്. കസ്റ്റമറുടെ നമ്മൾ തിരിച്ചെടുത്തതാണ്. ഇതിന്റെ പ്രൈസിങ് എത്രയാണ് വരുന്നത്? ഇത് അന്ന് ന്യൂ കാർ ഇറങ്ങുന്ന സമയത്ത് 1,70 lakhs എന്തോ വരും. 7 സീരീസ് ആയിട്ട് സെയിം പ്രൈസ്, ചെറിയ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 85 lakhs ആണ്. വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ്. അതെ, വളരെ റീസണബിൾ. ഇതിന്റെ ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും ഇതിന്റെ ഒന്നുകൂടെ ബോഡി ഒരു അതെ അതെ ഈ ലൈൻ കാര്യങ്ങളെല്ലാം ഇത് വേറെ വണ്ടികൾക്കൊന്നും അങ്ങനെ വരുന്നില്ല. അതെല്ലാം ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം ലോഡഡ് ആണ് വണ്ടി. എവിടെ നോക്കിയാലും ഒരു നമ്മൾ പുറത്തെവിടെയോ ചെന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റ് ആണ്. അങ്ങനെ ആക്കിയെടുത്തതാണ്. അതെ അല്ലേ. 8 സീരീസ് ആണോ ഇക്ക പ്രിഫർ ചെയ്യുന്നത്, അതോ ഈ 7 സീരീസ് പ്രിഫർ ചെയ്യുമോ പേഴ്സണൽ യൂസിന്? ഇത് ഉറപ്പല്ലേ? അതെന്താ? അത് ഡ്രൈവിംഗ് കംഫർട്ട് അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആണോ? എനിക്കാണെങ്കിൽ ഇതിനകത്ത് ആക്സിലറേഷൻ ഡിക്കൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇക്ക കേറി ഒന്ന് ഈ വണ്ടിക്ക് വേറൊരു പ്രത്യേകത പറ. ഇതിപ്പോ വേറെ പുതിയത് വാങ്ങാൻ കിട്ടൂല. അതെന്താ? ഈ മോഡൽ അവര് ഡിസ്കണ്ടിന്യൂ സ്റ്റോപ്പ് ചെയ്തു. ഓ, അപ്പം വളരെ കുറച്ച് വണ്ടികളേ ഉള്ളൂ മാർക്കറ്റിൽ. മീൻസ് പാൻ ഇന്ത്യയിൽ തന്നെ ഫ്യൂ കാർ. കേരളത്തിൽ 2 വണ്ടിയേ ഉള്ളൂ. ഒരാൾ കൊടുക്കൂല, എന്ത് ചെയ്താല് നമ്മൾ കൊടുക്കുകയും ചെയ്യും. നമ്മൾ കൊടുക്കാൻ. അതാണ്. അപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്യോ? ഇതിന് ഒരു കോർപ്പറേറ്റ് വെഹിക്കിൾ ആണെങ്കിലും ഒരു സ്പോർട്ടി വെഹിക്കിളിന്റെ നല്ല ഫീൽ ഉണ്ട്. ഇക്ക എനിക്ക് പറഞ്ഞത് വേറൊരു കാര്യമാണ്. സാധാരണ നമ്മുടെ വണ്ടികളെല്ലാം നമ്മൾ ഇങ്ങനെ അടയ്ക്കണം, പക്ഷെ ഇത് ഇങ്ങനെ അടയ്ക്കണ്ട. ഇത് നമ്മളിവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇത് ഞെക്കിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അടയും. ടടാ. അപ്പൊ നമുക്ക് ഇതിനകത്ത് കയറുന്ന ഒരു ഡ്രൈവ് പോയാലോ? എനിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ ഓടിക്കണ്ടല്ലോ അല്ലേ? ഞാൻ ഓടിച്ചോളാം. ചോദിച്ചു മേടിച്ചു. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ചെറിയൊരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അതായത് ഈ കൊടും വെയിലത്ത് വളരെ കൂളായിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ? നല്ല കൂളിംഗ് ഉണ്ട്. അതെ, ഭയങ്കര ക്ലൈമറ്റ് ചേഞ്ച് ആണ് നമ്മൾ പുറത്ത് പോകുമ്പോഴും ഈ വണ്ടിക്ക് അകത്തോട്ട് കയറുമ്പോഴും. അതായത് AC ഓൺ ചെയ്തിട്ട് ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. നല്ല കൂളിംഗ്, ശാന്തസുന്ദരമായ യാത്രയും. അപ്പം ലോങ് ഡ്രൈവിനൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി പ്രിഫർ ചെയ്യാം അല്ലെ? വളരെ കംഫർട്ടബിൾ ആയിട്ട് പോവാനൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ സീറ്റ് നല്ല സ്പേഷ്യസ് ആണ്, കാലൊക്കെ നമുക്ക് ഇങ്ങനെ നീട്ടി വെക്കാം. അത് മാത്രമല്ല, ഈ സീറ്റ് നമ്മളൊരു എന്താ പറയാ, നമ്മളൊന്ന് സുഖമായിട്ട് 2 സൈഡിലൊരു ഫീൽ ഇല്ലേ ഉണ്ട്. ഇത് പിന്നെ ഒരു ലെതർ ആണല്ലേ? ഇത് ഫുൾ ലെതറാണ്. ഇത് കൂടി ലെതറാണ് ഇതെല്ലാം വരുന്നത്. BM-ന് വരുന്നത്. ഈ ലെതറിങ് ഹർമൻ മോട്ടോഴ്സ് ചെയ്യുന്നതാണോ അതോ വണ്ടിക്ക് ഓൾറെഡി വണ്ടിക്ക് കമ്പനി വിടുന്ന ജെനുവിൻ ലെതർ ആണിത്. ഇത് പ്രീമിയം ലെതർ ആണ് വരുന്നത്, നോർമൽ വണ്ടിയിൽ വരുന്ന ലെതർ അല്ല. ഇതിന്റെ സ്റ്റിയറിംഗിന്റെ ഒക്കെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്താണ്? ഇത് ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ് ഞാൻ അറിഞ്ഞു. അതെ, ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ് പൊതുവെ എല്ലാ പ്രീമിയം വണ്ടികൾക്കും വരുന്നത്. നോർമൽ ക്ലസ്റ്ററിൽ വരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളൂ. വോളിയം കൺട്രോൾ. ഇതിന്റെ ഗിയറിന് ഒരു പ്രത്യേക ഡയമണ്ട് പോലെ ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നു, ക്രിസ്റ്റൽ ഒക്കെ വെച്ച് ചെയ്ത പോലെ. അതെന്താണ്? അത് ഈ വണ്ടിക്ക് വരുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണല്ലേ? ഫീച്ചർ എന്ന് പറയാം, ഒരു സ്റ്റൈലാണല്ലോ ഇത്. സാധാരണ വണ്ടിയിൽ നിന്നൊരു വ്യത്യാസം. അതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. അതിന്റെ അകത്തുണ്ട് 840 ഉണ്ട്. പിന്നെ ഇതിന്റെ ഓവറോൾ ഈ ഒരു ഓപ്ഷൻ ഉള്ള ഈ ഒരു ബട്ടൺ ആണെങ്കിലും ഡിഫറെന്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. ആ ടൈമിൽ ഇറങ്ങുന്ന ഏറ്റവും ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. 2000 എനിക്ക് തോന്നുന്നു 2021 ആ ടൈമിലാണ് ഈ വണ്ടി ഉള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ലോഞ്ച് ചെയ്തിട്ട് അധിക വർഷങ്ങളൊന്നും ആയിട്ടില്ല, ന്യൂ ആണ്. അപ്പം എനിക്കൊക്കെ പേഴ്സണലി ഇതിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? മറ്റുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് ഏത് രീതിയിലായിരിക്കും? ഇതിന്റെ പവർ തന്നെയാണ്. പവറും പിന്നെ വണ്ടി കുറച്ചുകൂടെ ക്യൂട്ടാണ്. നമ്മൾ വിചാരിച്ചു കൊടുത്ത വണ്ടി. പിന്നെ നല്ല ലെങ്ത് ഉണ്ട് വണ്ടിക്ക്. ആ ലെങ്ത് ഉള്ളത് കൊണ്ടിട്ടാണ് കംഫർട്ട് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അതാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് 7 സീരീസിന്റെ
പ്ലാറ്റ്ഫോമാണ് ഇതിന് വരുന്നത്. കാരണം അത് ഭയങ്കര കംഫർട്ട് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് അങ്ങനെ ആ രീതിക്ക് മേക്ക് ചെയ്ത്. അതെ അതെ. പിന്നെ ഇതിന്റെ വേറൊരു ഫീച്ചറാണ് നമുക്കിതെല്ലാം ഗസ്റ്റേഴ്സ് നമുക്ക് കൺട്രോൾ, അതെ അതെ. സൗണ്ട് കൂട്ടുന്നതാണെങ്കിലും സൗണ്ട് കൂട്ടാൻ നമ്മൾ ഇങ്ങനല്ലേ ചെയ്യുന്നത്? സൗണ്ട് കൂട്ടാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പഴത്തേക്ക് തിരിച്ചാൽ ഇപ്പഴത്തേക്കാവും, ഇങ്ങനെ കാണിച്ച് ഓഫ് ആവും, പോസ് ആവും അല്ലേ? അതിപ്പോ വരുന്ന വണ്ടികൾക്കെല്ലാം ആയി തുടങ്ങി. ഈ ഫീച്ചർ അന്ന് ഈ വണ്ടിയിലെ എക്സ്ക്ലൂസീവ് ഫീച്ചർ ആയിരുന്നു. ഇപ്പൊ വരുന്ന 3 ലിമോസിനിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്, 5 സീരീസിലൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ആ ഫീച്ചർ. ഗസ്റ്റേഴ്സ് വരുന്നത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഒരു സേഫ്റ്റി ആണല്ലേ? തീർച്ചയായിട്ടും സേഫ്റ്റി അല്ലേ, നമ്മൾ ഇങ്ങോട്ട് നോക്കാതെ തന്നെ ചെയ്യാറ്. അതെ, ഇങ്ങനെ പോസ് ചെയ്യാം, ഓഫ് ചെയ്യാം, നമുക്ക് കോൾസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. ഈ സീറ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രൈവർ മാറുന്ന അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അതെ, സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഇലക്ട്രിക് സീറ്റ് ആണ് വരുന്നത്. അപ്പൊ 2 സീറ്റ് നമുക്ക് സെറ്റ് ചെയ്യാമോ? സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ 1, 2 എന്ന്. അതെ, ഈ 2 സീറ്റും നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്ത് വെക്കാം, മെമ്മറിയിൽ ഇട്ട് വെക്കാം. ഇപ്പൊ ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ അടുത്ത ആള് കയറുമ്പോ അയാളുടെ എല്ലാവരും സ്വിച്ച് ചെയ്യാം. ഈ റിയർ വ്യൂ മിററിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ മിറർ ഫ്രെയിംലെസ് അല്ലേ? വെച്ച് നോക്കുമ്പോ ഫ്രെയിംലെസ് ആണ് വരുന്നത്. പിന്നെ ഈ ഇന്റീരിയർ കളർ തന്നെ ഒരു ബ്രൗൺ. അതെ അതെ, നല്ലൊരു രസമുള്ള കളറാണ്, ഭയങ്കര ക്യാച്ചി ആണ്. സാധാരണ ഈ പ്രീമിയം വണ്ടിക്കൊന്നും ഇത്രയും സ്പേസ് നമ്മൾ കാണുന്നില്ല. ഇതിന് കുറച്ച് സ്പേസ് കൂടുതലാണ്. ഇപ്പൊ ബാക്ക് സീറ്റ് ആണെങ്കിലും അവിടെ ഇരിക്കുന്നവർക്ക് ഭയങ്കര കംഫർട്ടാണ്. പിന്നെ സെൻട്രൽ കൺസോൾ വരുന്നോണ്ട് ഒരു എന്താ പറയാ, ഒരു ഫ്രണ്ടിലിരിക്കുന്ന ഫീൽ തന്നെ ആയിരിക്കും ബാക്കിലിരുന്നാലും. സ്റ്റിയറിംഗ് ഇല്ലാന്നുള്ളൂ ബാക്കിൽ. മെയിൻ ആയിട്ട് വരുന്നത് ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ടാണ് ഈ വണ്ടിക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ ആക്സിലറേഷൻ സ്പീഡ് ഒക്കെ എങ്ങനെയാണ്? സ്പീഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് 2-3 മോഡുകളുണ്ട്. സ്പോർട്സ് മോഡ് ഉണ്ട്, കംഫർട്ട് ഉണ്ട്, എക്കോ ഉണ്ട്. സ്പീഡ് ഇത് എനിക്ക് തോന്നുന്ന ഒരു 4 സെക്കൻഡ്സ് ഒക്കെ മതിയാവും 100 എത്താനല്ലേ? 100ലേക്ക് നല്ല പവർ ആണല്ലേ? നല്ല പവറാണ്. പവറിന്റെ കാര്യത്തിൽ നോ ഡൗട്ട്, നോ കോംപ്രമൈസ്. അത് BM-ന് പൊതുവെ അങ്ങനെ തന്നെയാണ്. ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നല്ല നമ്മുടെ കേരള റോഡിന് പറ്റിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പൊതുവെ ഒരു സ്പോർട്സ് കാർ ഓടിക്കുമ്പോൾ നമ്മളുടെ കേരളത്തിൽ കുറച്ച് പാടാണ്. പിന്നെ ഈ ഒരു കളർ ഇവിടെ ഹർമാനിൽ വരാൻ, ഈ കളർ ഈ ഇതുപോലുള്ള വണ്ടികൾക്ക് പൊതുവെ ഇങ്ങനത്തെ ഒരു കളർ ആണല്ലോ എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. ഒരു ജെംസ് മിഠായിയുടെ കളർ, അങ്ങനെയാണ് പൊതുവെ നമ്മൾ ഹർമൻ അറിയപ്പെടുന്നത്. പല കളറുകളുള്ള അവിടെ കിടക്കുന്ന മഞ്ഞ ആസ്റ്റൺ മാർട്ടിൻ, അതൊരു ഹൈലൈറ്റ് ആണ്. ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ ഏത് വണ്ടി പ്രിഫർ ചെയ്യും? നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത് BM ആണ്. ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വണ്ടി BM ആണ്. ആക്ച്വലി 530 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വേറൊരു വണ്ടി ലൈഫിൽ നമുക്ക് പറ്റൂല ഡ്രൈവ് ചെയ്യാൻ പോയാൽ. അതേസമയം കംഫർട്ട് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഈ ക്ലാസ് ആണ് എനിക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടായിട്ട് തോന്നുന്നു. പിന്നെ ഓഡിയും ഓക്കെയാണ്, അതുപോലെ തന്നെ ഒരു കംഫർട്ടായിട്ടുള്ള വണ്ടിയാണ് ഓഡി A6 A4. ഇപ്പം നമ്മുടെ ഹർമാൻ ഇപ്പം ആസ് ഓഫ് നൗ ഉള്ള കളക്ഷനിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടി ഏതായിരിക്കും? ആസ്റ്റൺ മാർട്ടിൻ ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട് അവിടെ. അതൊക്കെ എത്രയാണ് നമ്മൾ സെല് ചെയ്യുന്നത്? ആസ്റ്റൺ മാർട്ടിൻ നമ്മൾ 2,60,00,000 ആണ് അത് കോട്ട് ചെയ്യുന്നത്. ഓക്കെ. റോൾസ് റോയ്സും ഏകദേശം ആ പ്രൈസ് തന്നെയാണ് കോട്ട് ചെയ്യുന്നത്. ഇത്രയും പ്രീമിയം വണ്ടികളാണ് അവിടെ ഷോറൂമിൽ കിടക്കുന്നത്. ആൻഡ് ഇക്ക പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഓടിക്കാറുണ്ടെന്ന്. അപ്പം ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ റോഡിലൂടെ ഇത് ഓടിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായും ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ആണല്ലേ? കാരണം ഇത്ര വിലയുള്ള വണ്ടിയാണ്. നമ്മളുടെ ഒരു ആഗ്രഹം തീർക്കാൻ റൗണ്ട് ഓടിക്കുന്നതാണല്ലോ. അതെ. നമ്മൾ അങ്ങോട്ട് പോയി മുട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാലും ഒക്കെ എല്ലാ ബുദ്ധിമുട്ടുകളാണ്. എന്നാലും ആഗ്രഹമല്ലേ വലുത്. പിന്നെ ഈ വണ്ടികൾക്ക് എന്തെങ്കിലും സ്ക്രാച്ചോ പൊറലോ ഒക്കെ പറ്റിയാലും മെയിൻ്റെനൻസ് ഭയങ്കര ഡിഫിക്കൾട്ട് അല്ലേ? നമ്മൾക്ക് അതിനൊരു ടീം ഉള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടല്ല. നമുക്ക് എല്ലാത്തിനും ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പെയിന്റിങ് ആണെങ്കിലും പോളിഷിങ്ങിനാണെങ്കിലും എല്ലാത്തിനും നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് നമ്മളിവിടുന്ന് ഒരു വണ്ടി ഡെലിവറി കൊടുക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടായിരിക്കും കൊടുക്കുക. അങ്ങനെയൊക്കെ ഇതിന്റെ റൈഡിനെ പറ്റി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് BM 840i ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഡ്രൈവ് ഒക്കെ പറയുവാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ. അതായത് കാലൊക്കെ ഇങ്ങനെ നീട്ടി വെച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. അതും ഇന്നത്തെ ഒരു വലിയ ഹൈലൈറ്റ് ആണ് ഈ ടാനിൽ വരുന്ന ഇന്റീരിയർ.
നന്നായിട്ട് എറിച്ച് നിൽക്കുന്നു. അത് മാത്രമല്ല വണ്ടിയുടെ ബോഡി നല്ല വലുതായതുകൊണ്ട് എവിടെ ഈ കേരളത്തിലെ ഈ റോഡിലൂടെ ഒക്കെ പോയാൽ ആൾക്കാരൊന്ന് നോക്കും, ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന കളറും ഒരു കളറാണല്ലോ, ഇത് നോക്കാതെ പോകാൻ പറ്റില്ല. അതെ, അറ്റൻഷൻ കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇനി ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ചിട്ട്? ഒരുപാട് വണ്ടി ഓടിക്കുന്ന ആളല്ലേ, പ്രീമിയം വണ്ടികൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാനത് ആക്ച്വലി കുറെ നാൾ മുമ്പ് നമ്മൾ ആദ്യം എടുത്ത വണ്ടിയാണിത്. അന്ന് ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് കൊടുത്ത വണ്ടി അയാൾ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നമ്മൾ തിരിച്ചെടുത്തതാണ്. വളരെ നല്ല വണ്ടിയാണ്, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഓക്കെ, ഈ വണ്ടി പ്രിഫർ ചെയ്യുവോ അതോ ഒരു 7 സീരീസ് പ്രിഫർ ചെയ്യുവോ? 7 സീരീസ് അത് ഒരു ഡ്രൈവർ വെച്ചിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഏറ്റവും കംഫർട്ട് ഇതായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ ഒരു ആസ്റ്റൺ മാർട്ടിൻ ഒക്കെ കിടക്കുന്ന അതിന്റെ ഒരു വ്ളോഗ് ചെയ്യാൻ ഞാൻ ഒന്നുകൂടെ വരട്ടെ? തീർച്ചയായിട്ടും, അവിടെ കുറെ കിടപ്പുണ്ടല്ലേ? യെസ് യെസ്, ഇഷ്ടമല്ല. അതായത് ഒരു കളക്ഷൻ ആണ്. അവിടെ ആണെങ്കിൽ മിനി കൂപ്പർ ഉണ്ട്, പോർഷെ ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. ഓക്കെ, അപ്പം ഒരു പുതിയ വണ്ടിയുടെ ഏത് വണ്ടിയായിരിക്കും നമ്മൾ ഇനി അടുത്ത് ചെയ്യുന്നത്? ആസ്റ്റൺ മാർട്ടിൻ വേണോ, റോൾസ് റോയ്സ് വേണോ, പോർഷെ പാനമേര വേണോ? അപ്പൊ അടുത്ത ഒരു അടിപൊളി പ്രീമിയം വണ്ടിയുടെ വ്ളോഗായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. Till then, it is Shana Jason signing off with Fawazika from Harman Motors. Thank you so much. Thank you. Chennai Samartha Group of Institution, India's Gold Medal College, 25,000 students placed so far.